നമുക്ക് മുരിങ്ങക്കായ കുറച്ച് സെമി ഗ്രേവി ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി മുരിങ്ങക്കായ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ സെയിം പാനിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കടുക്, പിന്നെ കുറച്ച് ഉലുവ, അതേപോലെ നമ്മുടെ ഉഴുന്നുപരിപ്പ്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറുള്ളിയില്ലേ അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ആയി വരുമ്പോഴത്തേനും നമ്മുടെ കറിവേപ്പിലയും തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി നമുക്ക് മാച്ചായി കിട്ടണ വരെ നമുക്കൊന്ന് ഇതൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് തക്കാളിയൊക്കെ മാഷായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ പൊടി ഇല്ലേ അതൊന്ന് വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കായല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് മല്ലിയില, പിന്നെ 2-3 ഡ്രോപ്പ് നമ്മുടെ ശർക്കര പാനിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കും. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ എൻജോയ്.